ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ അൽ ഖുദ്ര ലവ് ലേക്കിൽ ഓവർനൈറ്റ് ക്യാമ്പ് ചെയ്യാൻ വന്നതുള്ള ഒരു സ്മോൾ വീഡിയോ ആണ് നമ്മളത്. ഇന്നിപ്പോൾ ആക്ച്വലി മോർണിംഗ് ആണ്. ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവർ ക്യാമ്പൊക്കെ ടെൻറ്റൊക്കെ അഴിച്ചുകൊണ്ട് സെറ്റാക്കിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ വെയിലായതുകൊണ്ട് രാവിലെ കുറച്ച് വെയിൽ വന്നു. എനിക്ക് ഈ വെയിൽ അലർജി ഉള്ളതുകൊണ്ട് ഞാൻ വന്നിട്ട് കാറിൽ സുഖമായിട്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ ലേറ്റ് നൈറ്റാണ് എത്തിയത്. അതുകൊണ്ട് എനിക്കൊരു ഓപ്പണിംഗ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. രാത്രി വന്ന് നമ്മൾ ടെൻ്റ് അടിച്ചപ്പോൾ തൊട്ട് ഇന്ന് മോർണിംഗ് വരെയുള്ള ഫുൾ സെക്ഷൻ എൻ്റെ വ്ളോഗിലുണ്ട്. അപ്പം എൻ്റെ വ്ളോഗ് ത്രൂ ഔട്ട് കാണണം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വീഡിയോ ഉണ്ടാക്കിയാലും കണ്ടോ, അന്നേരം എൻ്റെ ഫോണിൽ ഇതടിച്ചില്ലല്ലോ ഫ്ലാഷ്. എടുക്കണ്ടെങ്കിൽ നോക്കിയിരിക്കുന്നു. പുറകിലേക്ക് വലിക്കരുത്, ഫ്രണ്ടിലേക്ക് തന്നെ കേൾക്കണം, എന്നാലേ അയ്യാതിരിക്കും. അങ്ങനെ ഒരു ടെന്റ് സെറ്റായി. ഇനി അടുത്ത ടെന്റിന്റെ പണിപ്പുഴയിലാണ്. ഗായ്സ്, അങ്ങനത്തെ 2 ടെന്റ് സെറ്റായി. 1 2 മൂന്നാമത്തെ ടെന്റ് ഇതാ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ 3 ടെന്റും സെറ്റായി. മറ്റേ നോക്കട്ടെ, ഇവിടെ ഇത് കുഴപ്പമില്ല. പണിയെടുത്ത് ക്ഷീണിച്ചവർക്ക് മാത്രാണോ? തരാലോ, 2 കൂടി കഴിഞ്ഞിട്ടും വളഞ്ഞു കൊണ്ടാണ്. അടുത്ത പ്രാവശ്യം അടിക്കാനുള്ളതാ. എന്തുവാ ഇതെത്ര ലെങ്ത്? ഇങ്ങനത്തെ വാങ്ങണം. ഇതാ കറക്റ്റ്. പല കളറിലാണ്. മറ്റേ ഇതൊന്ന് കത്തിച്ചായിരുന്നു. അതൊന്ന് ഇവിടുന്ന് കത്തിച്ചിരുന്നു. അതൊക്കെ മൊത്തത്തിൽ കത്തണ്ട കേട്ടോ. അറിയില്ല. ഫൈനൽ സെറ്റപ്പ്. ഇതൊരു ലേക്കാണ് ഗായ്സ്. നാളെ കാണിച്ചു തരാം. ഇന്ന് ഇരുട്ടത്തൊന്നും കാണാൻ വയ്യ. കത്തത്തില്ലല്ലോ ഗായ്സ്. അല്ല, ചെറുതുണ്ടോ? ഗ്യാസ് കുറവാണോ? അല്ല, കുറച്ചില്ല. അകത്തോട്ടാക്കാൻ പറ്റുമോ? കൂട്ടിയിട്ട് കൂടുന്നില്ലല്ലോ. റൈനോപ്ലാസ്റ്റി. അതങ്ങനെ പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റൂല. 6 മാസം സമയം.
മതി. എടോ മറ്റേ വീശുന്ന സാധനം കൊടുത്ത്. അപ്പോൾ മസാല ഇടണ്ടേ രണ്ടാണ്? ഇത് ഓൾറെഡി നന്നായി കിടക്കുന്നു. എടാ എന്നാ മറ്റേ ഒഴിക്കണടാ കബാബ്. അത് കബാബ് അല്ലല്ലോ, ടിക്ക ടിക്ക ബീഫ് ടിക്കയാണ്. വീശി വീശി പദം എത്തുന്നു. എനിക്ക് തോന്നുന്നേ ഇതിന്റെ മുകളിലുള്ള സാധനം വെച്ചിട്ട് അത് വെക്കുന്നതായിരിക്കും നല്ലത്. ഏതായിരുന്നു? ഇതല്ലേ? ഇത് വന്നാൽ നമുക്ക് ടിക്കാന്നൊക്കെ പറയാം. ഇതല്ലേടാ ജ്യൂസി ടിക്ക. ഈ മഞ്ഞ നിറം കാപ്സിക്കം കൂടി വേണമായിരുന്നു. ആ സാരില്ല. എടാ ഒന്ന് ടോർച്ച് അടിച്ചത്. ഫുള്ള് കേട്ടോ നമുക്ക് കണ്ണിരുന്ന ഏതാ ഇത് എടുത്തിടാനായിട്ട് പ്ലേറ്റും വെച്ചോ. അയ്യോ അത് ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇല്ലടാ ഒരു കേപ്പുകാരിയുടെ രോദനം. അയ്യോ ഇത് ബ്രൗൺ ആയി. അയ്യോ അത് ഇത്രയും പൊടിയാണോ? അറിയാമോ എരിഞ്ഞു പുകയോ കേട്ടാ. അത് നീ അടച്ചു വെച്ചേരെ. ആ ലൈം ഒഴിക്കാം. വേണേ ലൈം പറഞ്ഞ ലൈം എവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട എവിടെ ഉണ്ടല്ലോ ഇല്ലേ? ഇതെനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടാ, ചിക്കൻ കത്തിപ്പോവെന്ന്. നിങ്ങൾ പേടിക്കാതെ. ഇന്നെന്താ പടക്കം പൊട്ടുന്നു? ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോലെ ആദ്യമേ ടെന്റ് അടിച്ചല്ലേ. ഇത് തിരിച്ചാ പോവോ? ഞാൻ ലോക്കിട്ടില്ലേ? സൈഡ് എടോ ഒരുപാട് നിറച്ച് വെക്കണ്ട. തീർന്നു. ഇത് ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. നിങ്ങളെന്തോ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കാൻഡിൽ ലൈറ്റ് ഡിന്നറാണോ? ഒന്നും കൂടെ ഉണ്ട്. അതാ എന്തൊക്കെ ഉണ്ട്? വെജീസ്, ചിക്കൻ, ബീഫ്, സാൽമൺ, സ്മോക്ക്ഡ് സാൽമൺ, കോൺ, കുബൂസ്. പുകയുന്നുണ്ട് ഗായ്സ്. ഹായ്, കൊള്ളാം. ഇനിയിപ്പോ കഴിക്കാറായില്ലേ? ഇതെന്തോ കുബൂസ് ബേക്ക് ചെയ്യുന്നതോ? ചൂടാക്കുന്ന കല്ലുപോലിരിക്കുക. കുബൂസ് തണുത്തിട്ട് ഇത്രയും ബ്രൈറ്റ്നസ് വരുന്നതാണല്ലോ. വേറെ കളർ ഇടാടാ. ഇവിടെയും കൂടെ ഒന്നും അടിക്കില്ല.
അവിടെ വേണമെങ്കിൽ ഒരു വിറകെടുത്ത് വെക്കാം. അത് കത്തുവടാ. ഇത് വിറകാണല്ലോ. വീട്ടിൽ ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ഇരിക്കുന്നില്ലല്ലോ, എൻ്റെ ഇരിക്കുന്ന കാണാമോ? ഇല്ല, സൈഡിൽ നിന്നാക്ക്. രാവിലെ ബോധം ഉണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ്. മയിലാണോ നീ? അന്ന് കൊറേ ഇല്ലായിരുന്നോ? അതിന്റെ ഹാഫ് എന്താ പുറത്ത്? തണുത്ത വർഷ അങ്ങനെ എഴുന്നേറ്റിരിക്കുവാണ് ഹൗസ് തണുപ്പ്. എല്ലാരും ജീവനുണ്ട് ഗായ്സ്. ഇതിനുള്ള വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്ന? അച്ചോടാ, എന്ത് തടിയാ മുയലിന്. ഇങ്ങോട്ട് നോക്കടാ. ഹായ് ഗായ്സ്, രാവിലെ വെയിൽ കായാൻ നിൽക്കുന്ന ചെറുക്കനാണ് ഗായ്സ്. ഒരു പിസയ്ക്കോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ എക്സ്പീരിയൻസ്? നീ ഒരു സ്റ്റാർട്ടിങ് ഇങ്ങോട്ട് വരും അല്ലേ? ഭയങ്കര വെയിറ്റ്. ഫ്ലെമിംഗോ നീല കാല് കാണുന്നില്ല അല്ല, പിങ്ക് കാല്. എന്നിട്ട് വേണം അത് കുത്താൻ വരാൻ. എനിക്കതിന്റെ പിങ്ക് കാല് കാണാൻ പറ്റുന്നില്ലടാ. Oh my God, what they are doing? ഒരു ഭംഗിയില്ല. ഇങ്ങോട്ട് വരാൻ പറ അതിനോട്. എന്ത് സ്പീഡേ. അയ്യോ, ആരെങ്കിലും എടുത്ത് റെസ്റ്റിൻ പതുക്കെ ഡോർ ഓർത്തിട്ട്. എന്ത് സ്പീഡാ. നിന്റെ വണ്ടിയുടെ അടിയിലുണ്ട്. ആ, അത് പറഞ്ഞു. വാ, വെള്ളത്തിന്റെ സർഫസിൽ കൂടെ ഓടുത്ത പോലുണ്ടല്ലോ.